പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി നിയ ഫൈസൽ ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. നിയ ഫൈസലിന്റെ നാടായ വിളക്കുടിയിലെ രൂക്ഷമായ തെരുവുനായ ശല്യം നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. തെരുവുനായയുടെ കടിയേറ്റത്തിന് പിന്നാലെ കുഞ്ഞിനെ പ്രവേശിപ്പിച്ച പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ അതിഗുരുതരമായ ആക്ഷേപങ്ങളും കുടുംബം ഉയർത്തുന്നുണ്ട്. വാക്സിൻ എടുത്തതിൽ അപാകതയുണ്ടായി എന്നാണ് ആരോപണം. അതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു കണക്ക് കൂടി പ്രേക്ഷകരോട് പറയാം. നമ്മുടെ നാട്ടിൽ ഈ വർഷം മാത്രം പേവിഷബാധയേറ്റ് മരിച്ചത് 14 പേരാണ്. ചിരിച്ചും കളിച്ചും പൂമ്പാറ്റയെ പോലെ പാറി നടന്ന കുഞ്ഞു നിയമോൾ ഇന്ന് കുന്നിക്കോടിൻ്റെ മാത്രമല്ല ഓരോരുത്തരുടെയും മനസ്സിലെ തീരാനോവായി മാറിയിരിക്കുന്നു. പ്രതീക്ഷകൾ അത്രയും അസ്തമിച്ചിരുന്നെങ്കിലും ജീവിതത്തിലേക്ക് അവൾ തിരികെ വരുമെന്ന വെറുതെയെങ്കിലും ഈ വീട്ടിൽ എല്ലാവരും കരുതി, ഞങ്ങളും. എന്നാൽ പുലർച്ചെയെത്തിയ ഫോൺ കോൾ ആ പ്രതീക്ഷ ഇല്ലാതാക്കി. കൂടപ്പിറപ്പുകളുടെ കണ്ണീർ കരളുള്ളവർക്ക് കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല. എല്ലാ സഹായം ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്ക് ഞാൻ ഓടി ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. എനിക്കിനി കാണാനില്ല. കരച്ചിലുകൾ മണിക്കൂറുകൾക്കകം പ്രതിഷേധത്തിന് വഴിമാറിയ കാഴ്ച. പിഴവുകൾ എവിടെയെന്നറിയാൻ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ അടക്കം യോഗത്തിലേക്കെത്തി. പരാതിയേറെയും പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ. യോഗം കഴിഞ്ഞിറങ്ങിയ കളക്ടറോട് നിയയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായധനം നൽകണമെന്ന ആവശ്യം. എന്നാൽ ഇതിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ പ്രതിസന്ധി കളക്ടർ അറിയിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഔദ്യോഗിക വാഹനം മാറ്റി പോലീസ് ജീപ്പിൽ കളക്ടർ കുട്ടിയുടെ വീടും പരിസരവും പരിശോധിച്ചു. തിരിച്ചെത്തിയപ്പോഴും പ്രതിഷേധം. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്താണ് നീക്കിയത്. തെരുവുനായ്ക്കളെ പിടികൂടി അറവുമാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുത്ത പ്രശ്നം പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയൊരു നിയ ഫൈസലും ഇങ്ങനെ അതിദാരുണമായ മരണത്തിന് ഇരയാകരുത്. നിയമോൾ മണ്ണോട് ചേർന്നിരിക്കുന്നു. കൃത്യമായ വാക്സിൻ എടുത്തിട്ടും നിയ ഫൈസലിൻ്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്തെന്ന ചോദ്യമാണ് ബാക്കി. അതിനുത്തരം പറയേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിനി വൈകരുത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ.